രവീന്ദ്രൻ മാഷും ജോൺസൺ മാഷും ഔസേപ്പൻ ചേട്ടനും മോഹൻ സദാരിയും അല്ലേ, അവരുടെ ഒരു കാലമാണ് പുഷ്കല കാലം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം നമ്മളൊക്കെ ആ കാലഘട്ടത്തിൽ ആ പാട്ട് കേട്ട് വളർന്നവരാണ്. അതിന് വിപരീത അഭിപ്രായമുള്ള അതിന് മുമ്പ് ജീവിച്ചവരുണ്ട്. അവരുടെ ബാല്യവും കൗമാരവും ഒക്കെ അത്തരം പാട്ടുകൾ കേട്ടാണ് രൂപപ്പെട്ടത്. അപ്പോൾ അവരെ നമുക്ക് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ വന്നപ്പോൾ പാട്ടിൻ്റെ ഭാവുകത്വം അടിമുടി മാറിപ്പോയി. സാഹിത്യം കുറഞ്ഞു, പല്ലവി അനുപല്ലവി അല്ലാതെ ചരണം പാട്ടിൽ ഇല്ലാതായി. 100 ദിവസം ആഘോഷിക്കുന്ന സിനിമയിലെ പാട്ട് പോലും കാണാപ്പാടം ആർക്കും അറിയാതാവുന്നു. അതിൻ്റെ കുഴപ്പം പാട്ടിൻ്റെ മാത്രമല്ലെന്നാണ് എൻ്റെ കാര്യം. ലോകം വികസിച്ചിരിക്കുകയാണ്, ഓപ്ഷൻ ഒരുപാടുണ്ട്. ലോകത്തെ ഏത് പാട്ടും നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളപ്പോൾ എന്തിനേയും തിരഞ്ഞെടുക്കാനുള്ള സാധ്യത അവർക്ക് കൈവന്നു എന്നുള്ളിടത്ത് അവരുടെ അഭിരുചി ലോകോത്തരമായി മാറി. ചെറിയ ഒരു ലോകത്ത് നിന്ന് അവർ മാറി. അപ്പോൾ എൻ്റെ തലമുറ പറയുന്ന വലിയ വലിയ കാര്യങ്ങളൊന്നും പലപ്പോഴും ഞാൻ സമ്മതിച്ചു കൊടുക്കാത്തത്, നമ്മൾ കൂടുതൽ കാലം ജീവിച്ചു, ഒരുപാട് സങ്കടം അനുഭവിച്ചു, പട്ടിണി കിടന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഏറ്റവും കൂടുതൽ അറിവുള്ളത് പുതിയ തലമുറയ്ക്കാണ്. കാര്യം അവർ ആ അറിവുള്ള സാധ്യതയുടെ ഒരു ലോകത്ത് ജനിച്ചു വീണവരാണ്.